ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ആണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ബോക്സിംഗ് ഡേ ആയ കാരണം ഒരുപാട് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് വിചാരിച്ചത്ര സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് സാധനങ്ങൾ നേരത്തെ തന്നെ പോയി മേടിച്ച് വയ്ക്കണം. കാരണം നാളെ ഷിഫ്റ്റിന് പോകാണ്ട്. അങ്ങനെ അടുക്കളയ്ക്ക് എത്തി. ഇന്ന് ചോക്കോ ഹൂപ്സാണ് ഉണ്ടാക്കാനായി പോകുന്നത്. ഇത് ടെസ്കോടെ തന്നെ ആണ് ഈ ചോക്കോ ഹൂപ്സ്. അത് കഴിച്ചിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അതിൻ്റെ കൂടെ തന്നെ കിലോക്സിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ നട്ട്സും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം. യെസ്, അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി. വീട്ടിലേക്കാണ് പോട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ബോക്സിംഗ് ഡേക്ക് കുറച്ച് കടകളെ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തുറന്ന കടകളൊക്കെ തന്നെ നേരത്തെ അടയ്ക്കുകയും ചെയ്തു. കുറച്ച് സാധനം ഇന്നലെ ഞാൻ എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സിറ്റി സെൻറ്ററിലേക്ക് നടന്നു. സിറ്റി സെൻറ്ററിൽ നിന്ന് സെയിംസ്ബരിയിൽ കയറാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് JDയിൽ പൊരിഞ്ഞ അടി നടക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ബഹളം. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബോക്സിംഗ് ഡേയുടെ ഓഫറായിരുന്നു. എല്ലാ സാധനങ്ങൾക്കും കുറേ അധികം ഓഫർ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ഷോർട്ട്സ് ആയിട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. ഓഫറിൽ കുറേ നേരം നോക്കി ഞാനും ഒരു ടീഷർട്ടും ഒരു ഷൂവും മേടിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴേക്കും നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയത്. അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാറുള്ളത്. പിന്നെന്തായാലും ഇതാ നമുക്ക് നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലുണ്ട്. എന്തായാലും തണുപ്പ് വലിയ കാര്യമായിട്ടില്ല, എന്നാലും തണുപ്പുണ്ട്. ഇന്ന് ഈ വഴിയിലൊന്നും വലിയ തിരക്കൊന്നും കാണാനില്ല. എല്ലാവരും ഹോളിഡേയൊക്കെ ആയിട്ട് എവിടേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ലിഡിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. പിന്നെ കുറച്ച് പേർക്കുള്ള സംശയമാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഉള്ള വില എന്താണ്, നമ്മുടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. ഞാനിവിടെ നിന്നൊരു മലയാളി സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളുടെയൊക്കെ വിലയായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ഞാൻ ലിഡിൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സ്റ്റോറിലേക്കാണ് പോകുന്നത്. ഇന്ന് ചിക്കനും ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേടിക്കുക. അപ്പോൾ എന്തായാലും അതിൻ്റെ വിലയും കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. അങ്ങനെ ഞാനിത് നടന്ന് ലിഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. എല്ലാത്തിൻ്റെയും വില അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീനിൻ്റെ വെള്ളം മാറ്റുക എന്നതാണ്. ഇതിലാണ് നമ്മൾ താഴത്തെ കാണുന്ന വേസ്റ്റൊക്കെ എടുക്കാറുള്ളത്. വെള്ളം മൊത്തമായിട്ട് മാറ്റാറില്ല, ഈ താഴത്തു നിന്നുള്ളത് കുറേയൊക്കെ ഇങ്ങനെ എടുക്കും. കണ്ടില്ലേ, അപ്പോൾ താഴത്തു നിന്നുള്ളത് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു പകുതി ഇങ്ങനെ വെള്ളം കളയും. അതിനുശേഷം വീണ്ടും നമ്മൾ കളഞ്ഞ വെള്ളത്തിനനുസരിച്ച് തിരിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ തീരെ മുഴുവനായിട്ട് വറ്റിക്കാറില്ല. ഈ കാണുന്ന ട്രോപ്പിക്കലിൻ്റെ ഫുഡാണ് ഞാൻ മീനിന് കൊടുക്കാറുള്ളത്. തൽക്കാലം നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മീനേ ഉള്ളത് കാരണം ഈ തീറ്റ കുറേ കാലം ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ അക്വേറിയം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വേറെ മീനുകളെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വെള്ളം
ഒഴിച്ച കാരണം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. എന്തായാലും നേരത്തെക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടില്ലേ. നമുക്കിതിന് ഫുഡ് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ചോറ്, മോരുകറി, പിന്നെ പയറുപ്പേരി, നാരങ്ങ അച്ചാർ, പിന്നെ ഒരു പുഴുങ്ങിയ കോഴിമുട്ട. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് എത്തി. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്മസ് പുഡിംഗ് എന്ന് പറഞ്ഞിട്ട് അൽഡിയിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറുത്. ഇത് കഴിച്ചു, കാശി പോയി. ഒന്നിനും കൊള്ളാത്തൊരു സാധനമായിരുന്നു. പക്ഷേ അതിൻ്റെ പാക്കിങ്ങൊക്കെ കണ്ടിട്ട് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അത് പോയി. അത് ഒരു സുഖമില്ലാത്തൊരു സംഭവമായിരുന്നു. ഒരു സ്പൂൺ കഴിച്ചിട്ട് ഞാൻ അത് കളഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് പറ്റാറുണ്ട് പല പരീക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.